ഇവരുടെ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്സിക്കോ ആണ്, മെക്സിക്കൻ ടോയ് ബ്രീഡാണ്. ഇതാണ് ചിവാവാസ്. ഇത് അതിൽ ആപ്പിൾ ഹെഡ് ടൈപ്പാണ്. ഇതൊരു വൈറ്റ് കളറ്, ഇതൊരു ലൈലാക്ക് ട്രൈ, ആ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നത്. പിന്നെ ഇത് ഫീമെയിൽ ഡോഗാണ്, ഇവൻ മെയില്. കണ്ണ് ഇവരുടെ ഡിഫറെൻ്റ് ആണ്. ഒരു ആപ്പിൾ ഹെഡിൽ വരുമ്പോൾ ടെലിസ്കോപ്പിക് ഐസ് എന്ന് പറയും, കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എല്ലാവരുടെയും. അവർ കുറച്ചും കൂടി അലേർട്ട് ആകുമ്പോൾ കുറച്ചും കൂടി കണ്ണ് പ്രൊജക്റ്റ് ചെയ്യും പുറത്തേക്ക്. പിന്നെ ചെവിയും അതുപോലെ തന്നെ അലേർട്ടായിട്ട് നിൽക്കും. ഇവർക്ക് ഇൻസ്റ്റൻറ്റ് ഫുഡ് കൊടുക്കാം, അതുപോലെ ഹോംലി ഫുഡും ഏതായാലും ഇവർ കഴിച്ചോളും. പക്ഷേ കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്ത്, അതായത് വെള്ളം മിക്സ് ചെയ്ത് വെറ്റാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഡീവോമിങ് കറക്റ്റ് ആയിരിക്കണം. ഡീവോമിങ്ങും മെഡിസിൻസും മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇവർ ഹെൽത്തി ആയിട്ടിരിക്കും. ഒരു ദിവസം 2 നേരം ഫീഡ് ചെയ്യാം. ഇപ്പോൾ അഡൾട്ട് ആയതുകൊണ്ട് നമുക്ക് ഒരു 2 times a day ഫീഡ് ചെയ്യാം. അതിൽ തന്നെ വലിയ ക്വാണ്ടിറ്റി കൊടുക്കണ്ട, നമ്മുടെ ഒരു കൈ അളവിൽ കൊടുത്താൽ മതി. ഇവർക്ക് രോഗങ്ങൾ വളരെ കുറവാണ്, അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള ബ്രീഡാണ്. പിന്നെ ഷോർട്ട് കോട്ട് ആയതുകൊണ്ട് തന്നെ സ്മൂത്താണ് ഇവരുടെ ഹെയർ. നമുക്ക് നോക്കിയാൽ അറിയാം. 2 ടൈപ്പ് ഉണ്ട് ഇതിൽ. ഇവർ ഷോർട്ട് ഹെയർ ടൈപ്പാണ്, കുറച്ചും കൂടി സ്മൂത്ത് ഹെയർ വരുന്നതാണ്. അപ്പോൾ ഹെയർ ഡിസീസും അതെല്ലാം കുറവാണ് ഇവർക്ക്. കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രീഡ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവാണ്. എൻവയോൺമെൻറ്റ് അത്യാവശ്യം ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ, പിന്നെ പാരസൈറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വളരെ കുറവായിരിക്കുള്ളൂ. പിന്നെ മാക്സിമം നമ്മളിവരെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് പുറത്ത് അഴിച്ചു വിടാൻ നോക്കുക. അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി പോട്ടി ട്രെയിൻഡ് ആവും. പിന്നെ ഫുഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ ഷോർട്ട് നോസാണ്, ഷോർട്ട് മസിൽസ് ആയതുകൊണ്ട് ആ മസിലിൻ്റെയൊക്കെ അവിടെ, വായുടെയൊക്കെ അവിടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ഒരിതുണ്ട്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അവിടെ അഴുക്കിരുന്ന് അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. വേറെ ഇവരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെവി ഒന്ന് ക്ലീൻ ചെയ്യുക ഇടയ്ക്ക്, പിന്നെ ബ്രഷ് ചെയ്യുക, നന്നായിട്ട് കോംബ് ചെയ്യുക. നമ്മൾ ഇവരെ ഗ്രൂം ചെയ്യേണ്ട ഇപ്പോൾ ഒരു വീക്ക്ലി വൺസ് ഒക്കെ നമുക്ക് ചെയ്താൽ മതിയാവും. വലിയ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇവർ വരില്ല, മീൻസ് ഷോർട്ട് ഹെയർ ആയതുകൊണ്ട്. ഇതിൻ്റെ കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് നമുക്ക് ബാഗിലിട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. വലിയ വെയിറ്റും ഇവർക്ക് വരുന്നില്ല. കളേഴ്സ് വരുമ്പോൾ ഇത് ക്രീമാണ് കളർ വരുന്നത്. ഇത് ഇത്തിരി എക്സോട്ടിക് കളറാണ്, ലൈലാക്ക് ആൻഡ് ടാൻ. രണ്ടും റെയർ കളേഴ്സാണ്, നമ്മുടെ ഇവിടെ അവൈലബിൾ അല്ല ഇവർ ഈ ഒരു കളേഴ്സ്. 3 പേരും ചാമ്പ്യൻ ഡോഗ്സ് ആണ്. ഇവർ 3 പേരും KCI സർട്ടിഫൈഡ് ചാമ്പ്യൻസ് ആണ്. ഇവരുടെ പാരൻസ് വന്നിട്ട് ബോത്ത് സൈഡ് ഇമ്പോർട്ടാണ് വന്നത്. ഈ ഒരു ബ്രീഡിങ്ങിൽ ഇന്ത്യയിൽ വേറെ ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ റെയറാണത്, റെയർ ബ്ലഡ് ലൈൻ വരുന്നതാണ് ഇവരിൽ. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ അവർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവൻ ഇത്തിരി റെയറാണ് ഇന്ത്യയിൽ. അതെ, ഇന്ത്യയിൽ ഒരെണ്ണമുള്ളൂ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഈ കളറിൽ നമുക്ക് റെയർ കളറാണിത്, എക്സോട്ടിക് കളറാണ്. ഇപ്പോൾ ഈ ഫീമെയിൽ ഡോഗ് ആണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ചാമ്പ്യനാണ്. ഇവള് നമ്മൾ പൂനെയിൽ നിന്ന് എടുത്തതാണ് ഈ ഫീമെയിലിനെ. പിന്നെ ഇവർ 2 പേരാണെന്നുണ്ടെങ്കിലും മധുരയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നമുക്ക് റോമിയോൻ്റെയും കോക്കോൻ്റെയും പപ്പീസ് അവൈലബിൾ ആണ് ഈ ഒരു കോമ്പിനേഷനിൽ. ഇത് ആപ്പിൾ ഹെഡും അവൾ ഡിയർ ഹെഡ് ടൈപ്പുമാണ്. ഒരു അപ്രോക്സിമേറ്റ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 to 1 lakh വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ലിറ്റർ അനുസരിച്ചാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ ഏതാണ് കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് പ്രൈസ് വേരി ചെയ്യും. പിന്നെ അവരുടെ ക്വാളിറ്റിയും മാറ്ററാണ്. ബേസിക്കലി നമുക്ക് ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിൽ പോലും ഇവരെ അക്കോമഡേറ്റ് ചെയ്യാം. ചെറിയ സ്പേസ് മതി ഇവർക്ക്. പിന്നെ വീട്ടുകാരായിട്ടും അതായത് കുട്ടികളായിട്ട് വളരെ ഫ്രണ്ട്ലി ഒരു ബ്രീഡാണ്. നമുക്ക് ഈസിലി ഇവരെ എങ്ങോട്ട് വേണമെങ്കിലും എടുത്തു കൊണ്ടുപോകാം. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടെ കൊണ്ടുപോകാം. അപ്പോൾ ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ നല്ലൊരു ബ്രീഡാണ്. മറ്റുള്ള ബ്രീഡിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് ആണ് ഈ ബ്രീഡ് ചിവാവ. യൂഷ്വലി ഇവരുടെ ടെമ്പർമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല യൂട്യൂബ് വീഡിയോസിലും ഹൈപ്പിന് വേണ്ടി കാണുന്നുണ്ട് അഗ്രസീവായിട്ടുള്ള വീഡിയോസ്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഇവരുടെ ക്യാരക്ടർ. വളരെ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ പിള്ളേരായിട്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കര കമ്പാനിയൻ നേച്ചറാണ് ഇവരുടെ.
പിന്നെ നമ്മളായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബ്രീഡാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് Chihuahua is the best option. So if you are gifting a Chihuahua, that means you are reducing the stress and screen time. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരാൾ പോലെയാണ് തോന്നുന്നത്. ഫുഡ് കഴിക്കുമ്പോഴും എപ്പോഴും ഒക്കെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ടൈപ്പ്. ഇവരുടെ ലൈഫ് സ്പാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോഗ് ബ്രീഡിൽ വെച്ച് വൺ ഓഫ് ദ ലോങ്സ്റ്റ്, അതായത് ഒരു 12 to 20 years വരെ കിട്ടുന്നുണ്ട്. പക്ഷേ ഡിപ്പെൻഡ് ഓൺ അതിൻ്റെ അറ്റ്മോസ്ഫിയർ, എൻവയോൺമെൻറ്റ്, നമ്മളെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, ഫീഡ് ചെയ്യുന്നു, പിന്നെ സപ്ലിമെൻറ്റ്സ് എങ്ങനെ കൊടുക്കുന്നു. ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഒരു 20 വരെയൊക്കെ എക്സ്പെക്റ്റിംഗ് ആണ്. വെയ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 to 3 ആണ് മാക്സിമം, 1 to 3 kg മാക്സിമം വെയ്റ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ഹാൻഡിൽ നമുക്ക് അത് എടുത്തുകൊണ്ട് നടക്കാം. അതായത് ചാമ്പ്യൻ്റെ പപ്പീസാണ്. അതായത് നേരത്തെ കാണിച്ച റോമിയോ ഇൻറ്റു കോക്കോ കോമ്പിനേഷനിൽ വരുന്നതാണ്. പാരൻസ് രണ്ടും ചാമ്പ്യനാണ്. ഇപ്പോൾ ഒരു 6 months ആയി പപ്പീസ്. ഇപ്പോൾ മങ്കി സ്റ്റേജ് ആണ് ഇവരിപ്പോൾ. ഈ സമയത്ത് ബോൺസ് ആണ് കൂടുതലും ഡെവലപ്പ് ആവുള്ളൂ. കുറച്ചൊന്ന് സൈസ് കയറണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റേജിലാണ് കുറച്ച് സൈസായിട്ട് ഒരു ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പോൾ. വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഗ്രൂമിങ്ങും പക്കയായിട്ട് പോകുന്നുണ്ട്. ഈ പപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.